ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക, ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ചപ്പാത്തിക്ക് ഇത്ര പ്രത്യേകത എന്ന്. ചപ്പാത്തിക്ക് പ്രത്യേകത ഉണ്ട്. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ നല്ല മുരിച്ചുള്ള ചപ്പാത്തി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക, അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അതാ നേരെ നമ്മൾ ആട്ടപ്പൊടിയും മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു അരിപ്പയിലിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുഴക്കാൻ പറ്റിയ പാത്രം, അതായത് നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പറ്റിയ രീതിയിലുള്ള പാത്രത്തിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഈ റവ ആണ് കേട്ടോ. നല്ല റവ, അത് വറുത്തതായാലും കുഴപ്പമില്ല, ഇനി വറുക്കാത്തതായാലും കുഴപ്പമില്ല. നല്ല വെള്ള കളറിലെ റവ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈകൊണ്ട്. അതിന് ശേഷം ലേശം കൂടി പൊടിപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം റവ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ, ഉപ്പും റവയും കൂടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഓയിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളം ഉണ്ടല്ലോ, നേരെ ചൂടുള്ള വെള്ളം, അത് വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന് നല്ല തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല, നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്ത് കുഴച്ചാലും മതി. നമ്മളിതാ നേരെ ചൂടിലുള്ള വെള്ളം എടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് കോലോണ്ടോ അല്ലെങ്കിൽ കയ്യിലോണ്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ എത്ര നേരെ ചൂടുള്ള വെള്ളമായാലും നമ്മൾ പെട്ടെന്ന് കൈ കൊണ്ട് ആ പൊടിയിലിട്ട് പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ പറ്റുമ്പോൾ ഒരു ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇതുപോലെ കുഴച്ചെടുത്ത് നന്നായിട്ട് ഓരോ ബോളുകളാക്കി വെക്കട്ടോ. അതായത് ഇതുപോലെ ഓരോ ബോളുകളാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ബോളുകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് പരത്തിയിട്ട് ചുട്ടെടുക്കാൻ പോകട്ടോ. ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ തിന്നായിട്ട് പരത്തി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് പരത്തുമ്പോൾ ഓയിലോ വേറെ പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് വേഗം പരത്തിയെടുക്കാനും പറ്റും കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല വൃത്തിക്ക് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിത് ആവശ്യത്തിനുള്ള ജസ്റ്റ് ഒന്ന് ഓയിൽ ജസ്റ്റ് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അതുപോലെ ഇങ്ങനെ ആ ഭാഗം ഒന്ന് ചൂടായി വരുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഭാഗം പൊള്ളിച്ച് വേവേ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കേട്ടോ. നമ്മൾ എത്ര പുറത്ത് വെച്ചാൽ പോലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകില്ല, അത്രയും നല്ല. അപ്പോൾ റവ ഇടുമ്പോൾ നമുക്കൊരു കടി ഫീൽ കിട്ടും. അതായത് ഒരു ഇങ്ങനെ കടിക്കാൻ പറ്റിയ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത ചപ്പാത്തിക്ക് ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്, ഉമ്മൻ്റെ ചാനലാണ്. അപ്പോൾ ഉമ്മ ഓരോ റെസിപ്പീസ് ഇതുപോലെ ഷൂട്ട് ചെയ്യും, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കും. അതാണ് മെയിൻ പരിപാടി. അപ്പോൾ ഉമ്മ അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഉമ്മൻ്റെ ആ ഒരു റെസിപ്പീസ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർ മറക്കാണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരും ഒന്നും കമൻറ്റ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. പുതിയ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അവർക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടല്ലോ, നല്ല വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റെങ്കിലും ചെയ്യണം കേട്ടോ. ഒരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ എല്ലാ ഒരു ഇത് എടുത്ത് നോക്കുമ്പോൾ, വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഉമ്മ ആവേശത്തിൽ പോയി നോക്കുന്നത് കമൻറ്റും ലൈക്കുമാണ്, എത്ര കിട്ടിയെന്നുള്ളത്, എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാലോ. അപ്പോൾ അതാണ്. ഇത് നമ്മൾ ചിക്കൻ കറീൻ്റെ കൂട്ടത്തിലാട്ടോ കൂട്ടിയത്. ഏത് കറിക്കും കൂടെ കൂട്ടാം, അത്രയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. ഇനിയിപ്പോൾ അയില മുളകിട്ട കറിയൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ അടിപൊളി ആട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയുന്നില്ല, മറക്കണ്ട. ഓക്കെ, ബായ്.